സഭയുടെ ചരിത്രത്തിലെ ഒരു വളരെ സുപ്രധാന ദിനമാണെന്ന് ഏറെ സന്തോഷിക്കുകയാണ് ദൈവജനവും മെത്രാന്മാരും സമർപ്പിതരും. അതിന് കാരണം പ്രിയപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ്, അത് ഒത്തിരി സവിശേഷമായ വ്യക്തിത്വമുള്ള ഒരു പിതാവ്, അഭിമന്യ ആലഞ്ചേരി പിതാവിന് ശേഷം സഭയുടെ തുടർച്ച എന്ന നിലയിൽ വളരെ മനോഹരമായിട്ട് ആ പദവിയിലേക്ക് ഇന്ന് നിയമിതനാകും. നാളെ സ്ഥാനാരോഹണം നടക്കുന്നു. തട്ടിൽ പിതാവ് ഇന്നിപ്പോൾ ഷെക്കീനെ നടത്തിയ പ്രഥമ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം സാധ്യതകൾ തേരുമെന്നാണ്. ആ വാക്ക് പത്രപ്രവർത്തകർ ചോദിച്ച മറ്റൊരു വാക്കാണ്, ഞാൻ പറയുന്നില്ല. സാധ്യതകൾ തേടുകയാണ് സഭയുടെ പ്രവർത്തനം. സഭയിലും സമൂഹത്തിലും സുവിശേഷത്തിൻ്റെ സാധ്യതകൾ തേടുന്ന അവരാണ് വൈദികരും മെത്രാന്മാരും, പ്രത്യേകിച്ച് മെത്രാപ്പോലീത്ത. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഈ കാലഘട്ടത്തിലെ ആലഞ്ചേരി പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഇനിയുള്ള കാലഘട്ടത്തിലെ വലിയ സാധ്യതകൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു വലിയ ദൗത്യമാണ് അഭിമന്യ തട്ടിൽ പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന് വെളിയിൽ ഏറ്റവും വലിയ രൂപതയുടെ ഏറ്റവും വലിയ മെത്രാൻ അദ്ദേഹം ആർച്ച് ബിഷപ്പ് ആയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ സഭയുടെ വലിയ പിതാവായി മാറുന്നു. അതൊരു വലിയൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്. മുമ്പ് തക്കലയിൽ നിന്ന ഒരു മിഷൻ രൂപതയിൽ നിന്നായിരുന്നു പിതാവ് ആലഞ്ചേരി പിതാവ് വന്നു. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ 2017 ശംഷാബാദ് രൂപതയുടെ ഉദ്ഘാടനം നടക്കുന്നത് ജനുവരി 8-നാണ്. അതിന് പല കാരണവും ഓർക്കുക. അപ്പോൾ കേരളത്തിന് വെളിയിൽ എല്ലാ പ്രദേശങ്ങളെയും കോർത്തിണക്കി മെത്രാനായ അദ്ദേഹം 2 സഹായ മെത്രാന്മാരെ ചേർത്ത് നിർത്തി ഇന്ന് ഫോട്ടോ എടുത്തു. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആ വിജയം അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ ഭാഗവും ഓടി നടന്ന് മിഷൻ മേഖലയെ സജീവമാക്കി. അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്, മുഴുവൻ അൽമായ പ്രേക്ഷിത പ്രസ്ഥാനങ്ങളെയും ചേർത്ത് വളർത്തുന്ന ഒരു പിതാവാണ്. ഈ അടുത്ത കാലത്ത് മൗണ്ട് സെൻറ് തോമസിൽ നടന്ന എല്ലാ ഒറ്റയ്ക്ക് ആരംഭിച്ച എല്ലാ പ്രേക്ഷിത മുന്നേറ്റങ്ങൾ, അതിൽ മാധ്യമങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, അതിനെയൊക്കെ സഭയോട് ചേർത്ത് നിർത്താൻ, ഒരുപക്ഷെ ആ രൂപതകളിലോ മറ്റു കാരണം കൊണ്ടോ ചേർത്ത് നിർത്താത്ത എല്ലാ പ്രസ്ഥാനങ്ങളെയും ഇത് സഭയിൽ ഇടമുണ്ട് എന്ന് പറഞ്ഞ ജീസസ് യൂത്തിനെ, അല്ലെങ്കിൽ മറ്റെല്ലാ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെ, എനിക്ക് തോന്നുന്നത് പ്രോ ലൈഫിനെയൊക്കെ സഭയുടെ ഭാഗമായൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ ദർശനം അതാണ്. അപ്പം ആലഞ്ചേരി പിതാവ് തുടങ്ങി വെച്ച വർക്കി പിതാവിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന പടിയറ പിതാവ് മുതൽ ഇങ്ങോട്ട് സഭയുടെ ഓരോ കാലഘട്ടത്തിലെയും പ്രവർത്തനങ്ങളുടെ തുടർച്ച അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം നമുക്ക് മറ്റൊന്ന് കാണാൻ സാധിക്കുന്നത്, കാലഘട്ടത്തിനൊത്ത പുതിയൊരു ദർശനവും കർമ്മ പദ്ധതികളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകും. അദ്ദേഹം ആരെയും ഒഴിവാക്കാൻ സാധ്യതയില്ല. എല്ലാവരും ചേർത്ത് നിർത്തും. സഭയ്ക്കുള്ളിലുള്ളവരെയും പുറത്തുള്ളവരെയും എല്ലാവരും ചേർത്ത് നിർത്താനുള്ള അപാരമായ ഒരു 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 കഴിവ് അദ്ദേഹത്തിനുണ്ട്. തൃശ്ശൂർ രൂപതയുടെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ നിരീക്ഷിക്കുന്നത്, കരിസ്മാറ്റിക് കമ്മീഷൻ കേരളത്തിൽ പ്രവർത്തിച്ചപ്പോഴും വലിയ കുടുംബങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പ്രാർത്ഥനയും പ്രവർത്തനമുള്ള പിതാവാണ്. അപ്പോൾ തട്ടിൽ പിതാവിൻ്റെ സവിശേഷ വ്യക്തിത്വം തിരിച്ചറിഞ്ഞിട്ടാകും ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളിലെ വാർത്തകളിലൊന്നും സ്ഥാനം പിടിക്കാതിരുന്ന അദ്ദേഹത്തെ അഭിനയ പിതാക്കന്മാർ മഹാഭൂരിപക്ഷത്തോടെ ആയിരിക്കും, ഒരുപക്ഷെ ഏകണ്ഠനെയായിരിക്കും തിരഞ്ഞെടുത്തതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തട്ടിൽ പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു വലിയ സവിശേഷമായ ഒരു പാരമ്പര്യം, അതുപോലെ തന്നെ മിഷൻ രൂപതകളുടെ ഒരു ചൈതന്യം, ആഗോളതലത്തിൽ നമ്മുടെ കുടിയേറ്റക്കാരുടെ കമ്മീഷനിൽ പിതാവുണ്ട്. പിതാവ് കൈവെക്കാത്ത മേഖലകളില്ല. അപ്പം അതുകൊണ്ട് തട്ടിൽ പിതാവിൻ്റെ ഒരു ശുശ്രൂഷ കാലഘട്ടം എനിക്ക് തോന്നുന്നു അത് തുടർച്ചയാണ്, മനോഹരമാണ്, അത് വളരെ ഹൃദ്യമായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു.